അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട്. എവിടെ നിന്നെങ്കിലും പറഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അത്യാഹിത ഘട്ടത്തിൽ, അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല. സത്യത്തിൽ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കേണ്ടതാണ്. അവരാണ് പറഞ്ഞത്, ഔദ്യോഗികമായി പറയാണ് മാധ്യമങ്ങളോട്, ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്, അവിടെ ആരുമില്ല. അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്ന, ഇന്നുകൂടി ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ്. മരുന്നുമില്ല, സർജിക്കൽ എക്യുപ്മെൻസും ഇല്ല, സ്റ്റാഫും ഇല്ല. ആരോഗ്യരംഗം അലങ്കോലമാക്കി. അതിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കണം. എന്നിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് 15 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ കഴിയില്ല. ഗുരുതരമായ തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ PR പ്രൊപ്പഗാൻഡ നടത്തി ആരോഗ്യ രംഗത്തെക്കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ആരോഗ്യരംഗത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ വരെ സർക്കാർ ആശുപത്രി ആശ്രയിക്കേണ്ട സ്ഥിതി വന്നത് സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ഇതിനു മുമ്പുണ്ടായ